ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു ഫുൾ ടൈം ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. ഒത്തിരി വാക്കൻസീസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെല്ലാതും തന്നെ പല പല പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഈ ഒഴിവുകളിലേക്ക് അവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസൊക്കെ എന്താ പറയുക നിങ്ങൾക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജോബ്സിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സീഡിറ്റിൽ വന്നിരിക്കുന്ന കുറച്ച് ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് പാക്കിംഗ് അസിസ്റ്റൻറ്റ് ജോബ് ഉൾപ്പെടെ ഒത്തിരി പോസ്റ്റുകളുണ്ട്. എക്സാം ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാന്നുള്ളതും മറ്റുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതും വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ള പാക്കിംഗ് അസിസ്റ്റൻറ്റ് ജോലിക്ക് SSLC മാത്രമേ വിദ്യാഭ്യാസം വേണ്ടൂ. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കാണെങ്കിൽ അതാത് പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതൊക്കെ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. സീഡിറ്റിൽ വന്നിരിക്കുന്ന 22 പ്രൊജക്റ്റ് സ്റ്റാഫിൻ്റെ ഒഴിവും അതുപോലെ തന്നെ പാക്കിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് സീഡിറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒഴിവുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതുപോലെ വരും. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കിടക്കുന്നതാണ് പാക്കിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവ്. ബാക്കിയുള്ള ഒഴിവുകളാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, നോട്ടിഫിക്കേഷൻ, അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് മെൻഷൻ ചെയ്തേക്കാം ഓരോന്നിലും വേണ്ട ക്വാളിഫിക്കേഷനൊക്കെ. അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കാണാം, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് പ്രിൻറ്റിങ്ങിൻ്റെ പാക്കിംഗ് അസിസ്റ്റൻറ്റ് ജോലിക്ക് മാത്രം നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. ബാക്കിയുള്ളതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് കണ്ടന്റ് അനലിസ്റ്റിൻ്റെ പോസ്റ്റാണ്. 5 ഒഴിവാണ് വന്നിരിക്കുന്നത്. 30,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ്. ഇതിൻ്റെ അകത്ത് കറസ്പോണ്ടിങ് ആ ഒരു പോസ്റ്റിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ PG എടുത്തവരായിരിക്കണം, ജേർണലിസ്റ്റ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ PG എടുത്തവരായിരിക്കണം. പക്ഷേ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് കേട്ടോ ഈ ഒരു പോസ്റ്റിന്. ഇതുപോലെ തന്നെ ഒത്തിരി പോസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രാക്റ്റീവ് മീഡിയ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതായത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ ഒരു ഇതിൻ്റെ അകത്ത്. 35,000 രൂപ വരെ സാലറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രോഗ്രാം മാനേജറുടെ ഒഴിവുണ്ട്. 45,000 രൂപ മുതലാണ് ശമ്പളം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 3 വർഷം എക്സ്പീരിയൻസ് വേണം. പിന്നെയുള്ളത് SEO സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്. BTech ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ വേണം. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജാവ അതിലുള്ള ഒഴിവുണ്ട്. അതിൻ്റെ അകത്ത് 44,000 രൂപ മുതലാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും എക്സ്പീരിയൻസ് വേണം. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുന്നത് സീനിയർ ഡെവലപ്പറുടെ പോസ്റ്റ് ഉണ്ട്. അതിനും BTech തന്നെയാണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ താഴെ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ജൂൺ 30 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പിന്നെ വന്നിരിക്കുന്ന വേക്കൻസിയാണ് പ്രിൻറ്റിംഗ് ഇൻസ്പെക്ഷൻ അഥവാ പാക്കിംഗ് അസിസ്റ്റൻറ്റ് സ്റ്റാഫിൻ്റെ ഒഴിവാണ്. അത് നമുക്ക് ഡെയിലി വേജസിൻ്റെ ബേസിലാണ് ഈ ഒരു പോസ്റ്റിംഗ് വരുന്നത്. എല്ലാ ദിവസവും 675 രൂപയായിരിക്കും തരുന്നത്. 179 ദിവസത്തേക്കായിട്ടാണ് നിയമനം വച്ചിരിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ SSLC അതല്ലെങ്കിൽ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും പ്രിൻറ്റിംഗ് സ്ഥാപനത്തിൽ മുൻപുള്ള ജോലി പരിചയം, പ്രായം 50 വയസ്സിന് കവിയരുത്. അതുപോലെ തന്നെ മോർണിംഗ് ഡേ ഷിഫ്റ്റും അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നവരായിരിക്കണം. ഇതിൻ്റെ അകത്ത് മാത്രം ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പോസ്റ്റിന് മാത്രം വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. സ്ഥലം വരുന്നത്
തിരുവല്ലം മെയിൻ ക്യാമ്പസ് ആണ്. ഇതിൻ്റെ തീയതി എന്ന് പറയുന്നത് ജൂൺ 25 തീയതിയാണ്. 11 മണിക്കാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്ന പ്ലേസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്താണ്. തിരുവല്ലം മെയിൻ ക്യാമ്പസിൽ വെച്ചിട്ടാണ് 25 തീയതി രാവിലെ 11 മണി മുതലാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മേൽപ്പറഞ്ഞ ഏതെങ്കിലും യോഗ്യതയും ജോലി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് ആ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയും. ഇതിന് മാത്രം നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ്, പാക്കിംഗ് ജോലിയാണ് വരുന്നത്. മുൻപേ ഏതെങ്കിലും ഇതുപോലത്തെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് മാത്രം മതി. അപ്പോൾ ഇതിന് വേണമെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. ബാക്കിയൊക്കെ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയാസ് മാൻഡേറ്ററി ആണ്. അതുള്ളവർക്ക് ആ ഒരു പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഈ മാസം ലാസ്റ്റ് വരെ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ഷുവറായിട്ട് അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മറ്റൊരു ജോലിയുടെ ഒഴിവായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.